സംസ്ഥാനത്ത് 24 മണിക്കൂറിനുള്ളിൽ കാലവർഷം എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വരികയാണ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ടാണ് നിലവിലുള്ളത്. തൃശൂർ മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കാലാവസ്ഥ അപ്ഡേറ്റുമായി രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട്. രാഹുൽ, ന്യൂനമർദ്ദത്താലുണ്ടായിട്ടുള്ള മഴക്കെടുതികൾ അത് പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. അതിനു മുമ്പ് ഇപ്പോൾ കാലവർഷം കൂടി എത്തുകയാണ്. എന്തൊക്കെ അറിയിപ്പുകൾ വരുന്നു? ഏതൊക്കെ ജില്ലകളിലാണ് ഇപ്പോൾ മഴ തുടരുന്നത്? അലർട്ടുകൾ ഏതൊക്കെ രീതിയിൽ? തീർച്ചയായും ഇപ്പോൾ തിരുവനന്തപുരത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. തിരുവനന്തപുരത്തെ പാറ്റൂർ ജംഗ്ഷനിലാണുള്ളത്. തിരുവനന്തപുരത്ത് ഉച്ച മുതൽ അതിശക്തമായ മഴ, അത് ഇടവിട്ടല്ല അതിശക്തമായ മഴയാണ് തിരുവനന്തപുരത്ത് തുടരുന്നത്. തീർച്ചയായും കാലവർഷം ജൂൺ 8-ാം തീയതി അല്ലെങ്കിൽ ജൂൺ ആദ്യ ആഴ്ചയിൽ മാത്രം എത്തുമെന്നാണ് ആദ്യം അറിയിപ്പ് കിട്ടിയിരുന്നത്. അപ്പോൾ കാലവർഷം എത്തും മുമ്പേ ഇത്തരത്തിലുള്ള മഴക്കെടുതികൾ ഉണ്ടാകുന്നു, വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നു. അപ്പം കാലവർഷം എത്തുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന ആശങ്ക ഇന്ന് നമ്മുടെ ജനങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു, വിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്കറിയാൻ കഴിയുന്നത് 24 മണിക്കൂറിനുള്ളിൽ, അതായത് ഒരു ദിവസത്തിനുള്ളിൽ കാലവർഷം എത്തുന്നുള്ളത്. തീർച്ചയായും ജാഗ്രത പാലിക്കേണ്ട ഒരു ഘട്ടത്തിലാണ്. തീർച്ചയായും ഈ പറഞ്ഞതുപോലെ കടലാക്രമണത്തിനുള്ള ജാഗ്രത നിലവിലുണ്ട്, ഇടിമിന്നൽ ജാഗ്രതയുണ്ട്. ഈ മത്സ്യത്തൊഴിലാളികൾ ഈ പറയുന്ന ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. പിന്നീട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക്, പ്രത്യേകിച്ച് മലപ്രദേശങ്ങളിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നുള്ള അറിയിപ്പുണ്ട്. പൊന്മുടി കഴിഞ്ഞ ദിവസമാണ് തുറക്കാൻ തീരുമാനിച്ചതിന് ശേഷമാണ് ശക്തമായ മഴ വീണ്ടും ഉണ്ടാകുന്നത്. അതുകൊണ്ട് വലിയ ജാഗ്രതയോടുകൂടി ജനങ്ങൾ ഇരിക്കണമെന്ന അറിയിപ്പ് തന്നെയാണ് അധികൃതർ വീണ്ടും നൽകുന്നത്. കാരണം കാലവർഷം കൂടി എത്തുകയാണ്. ആദ്യഘട്ടത്തിൽ ചക്രവാത ചുഴികൾ രൂപപ്പെടുന്നു. അത്തരത്തിൽ ഉള്ള പ്രതിഭാസങ്ങളുള്ളപ്പോൾ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടൽ രൂപപ്പെടുന്നു. അതിന്റെ കൂടി ഭാഗമായി കേരളത്തിൽ മഴ കിട്ടുന്നു, പലയിടങ്ങളിലും മഴ കിട്ടുന്നു. അത്തരത്തിൽ ഉള്ളൊരു സാഹചര്യത്തിലാണ് കാലവർഷം എത്തുന്നുള്ള അറിയിപ്പ് എത്തുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ മഴ പെയ്തത് പിറവത്താണ്. പിറവത്ത് 200 മില്ലിമീറ്റർ മഴ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഈരാറ്റുപേട്ട, പൂഞ്ഞാർ, കളമശ്ശേരി, അത്തരത്തിൽ മധ്യ കേരളത്തിൽ നല്ല മഴ ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ രാവിലെ ഇടവിട്ട് ശക്തമായി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് വലിയ മഴ, അതായത് ശക്തമായ മഴ, അത് ഇടവേളകളില്ലാത്ത മഴയാണ് തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനുള്ള സാധ്യതയുണ്ട്. അല്പസമയം മുൻപ് വരെ പാറ്റൂർ ജംഗ്ഷനിൽ വലിയ വെള്ളക്കെട്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് തീരദേശ മേഖലയിൽ വലിയ ജാഗ്രതയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അവർ പാലിക്കണമെന്ന് അറിയിപ്പുണ്ട്. നമ്മൾ ഇന്നലെ കൊടുത്ത ദൃശ്യങ്ങൾ ജഗതി ഭാഗത്തു നിന്നാണ്. അത് നഗരത്തിന് പുറത്തേക്കുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇന്നലെ ജഗതി, പേരൂർക്കട ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെ പ്രശ്നങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിൽ കാണിച്ചതാണ്. അത്തരത്തിൽ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അത് അതിശക്തമായ ഒരു പ്രതിസന്ധിയിലേക്കായിരിക്കും തിരുവനന്തപുരം നഗരത്തെയും ഒപ്പം ഉൾപ്രദേശങ്ങളെയും തള്ളിവിടുന്നത്. പ്രതീഷ്, തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയായിരുന്നു രാഹുൽ ജി നാഥ്. സംസ്ഥാനത്ത് കാലവർഷം 24 മണിക്കൂറിനുള്ളിൽ എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. മനസ്സിലാക്കണം, എല്ലാവരും ജാഗ്രത പാലിക്കണം. കാരണം നമുക്കിപ്പോൾ ലഭിച്ച ശരാശരി മഴയ്ക്കും അപ്പുറത്തേക്ക്, പ്രതീക്ഷിച്ച മഴയ്ക്കും അപ്പുറത്തേക്കാണ് പല ജില്ലകളിലും മഴ ലഭ്യമായിട്ടുള്ളത്. പ്രത്യേകിച്ച് കൊച്ചിയൊക്കെ മേഘവിസ്ഫോടനത്തിന് തുല്യമായ രീതിയിലേക്ക് ഉള്ള മഴയും കൂടുതൽ തോതിൽ ഒറ്റ ദിവസം തന്നെ നിശ്ചിത സമയത്തിനുള്ളിൽ ലഭിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതുകൊണ്ട് ന്യൂനമർദ്ദത്താൽ ഉണ്ടായിട്ടുള്ള മഴക്കെടുതികൾ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പല ജില്ലകളിലും. അതിൻ്റെയൊക്കെ ഇടയ്ക്കാണ് ഇപ്പോൾ കാലവർഷം കൂടി എത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കണം. മലയോര തീരദേശ മേഖലകളിലൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം കൂടി വരികയാണ്.